വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 14-ാം തിരുവചനം. ഓരോ ക്രിസ്മസും ദൈവാനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാ. അതുപോലെ പുതുമ നിറഞ്ഞ ഓരോ ക്രിസ്മസ് അനുഭവം, ഇതുപോലെ ഒരു പുതുമ നിറഞ്ഞ ഒരു ക്രിസ്മസ് അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുഞ്ഞുങ്ങളില്ലാത്ത ഒരു കുടുംബം എൻ്റെ അടുക്കൽ വന്ന് നിരന്തരമായി ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥന സഹായം യാചിക്കുമായിരുന്നു. അവരുടെ കുടുംബത്തിലും അവരുടെ സമൂഹത്തിലും അനുഭവിക്കുന്ന വേദനയുടെ ആഴം അത്രമേൽ വലുതായിരുന്നു. അതുകൊണ്ട് ഇവരുടെ ആ വേദനയുടെ ആഴം മനസ്സിലാക്കിയ ഞാൻ ഇവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ആ ഒരു ക്രിസ്മസ് നാൾ വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, വചനം മാംസമായി ഈശോ ഇവരുടെ ജീവിതത്തിലും ഇടപെടുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇവർക്ക് വേണ്ടി ഒരു ടാസ്ക് ഏറ്റെടുക്കാനായിട്ട് തീരുമാനിച്ചു. ഈ വചനം തന്നെ ഇവരുടെ ജീവിതത്തിൽ മാംസം ധരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം മുതൽ വെളിപാട് വരെ ഈ 25 ദിവസങ്ങൾ കൊണ്ട് വായിച്ച് പൂർത്തിയാക്കാനായിട്ടായിരുന്നു ഞാൻ ഏറ്റെടുത്ത ആ ടാസ്ക്. ഓരോ ദിവസം വചനം വായിച്ചു കഴിയുമ്പോൾ ആ ബൈബിളിലെ ഞാൻ എൻ്റെ ഈ 2 കൈകളും കമഴ്ത്തി വെച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, ഈശോയെ, ഇന്ന് ഞാൻ വായിച്ച ഈ വചനങ്ങളുടെ അഭിഷേകത്താല് അവർക്ക് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ എന്ന്. അങ്ങനെ 24-ാം തീയതി രാത്രി ആയപ്പോഴേക്കും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം മുതൽ വെളിപാട് വരെ വായിച്ച് പൂർത്തിയാക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. അന്ന് പാതിര കുർബാനയ്ക്ക് പോയപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോയത്. കാരണം മനസ്സ് നിറയെ വളരെ സന്തോഷമായിരുന്നു. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഇന്ന് നിന്റെ ബർത്ത്ഡേയാണ്, നിന്റെ ബർത്ത്ഡേക്ക് എനിക്കൊരു ഗിഫ്റ്റ് വേണം. ആ ഗിഫ്റ്റ് അവർക്കൊരു കുഞ്ഞിനെ നൽകുന്നതായിരിക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ദമ്പതികൾ എന്നെ അറിയിച്ചു, ആ മകള് പ്രഗ്നന്റ് ആണെന്ന്. എനിക്ക് ഈശോയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. വചനം മാംസമായി ഈശോ അവരുടെ ജീവിതത്തിൽ ഇടപെട്ട ആ നിമിഷത്തെ ഓർത്ത് ഞാൻ നന്ദി പറഞ്ഞു. ഇന്ന് അവർക്കൊരു പെൺകുഞ്ഞുണ്ട്, കുഞ്ഞിന് 10 വയസ്സായി. നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണവും പാനീയവുമായ ഈ വചനം അനുദിനം വായിക്കുവാനും ധ്യാനിക്കുവാനും ആ വചനം നമ്മുടെ ജീവിതത്തിൽ മാംസം ധരിക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് വചനം വായിക്കാനായിട്ട് ഇന്ന് തീരുമാനമെടുക്കാം. എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും മംഗളങ്ങൾ നേർന്നു.